പടക്ക നിർമ്മാണ മേഖല ആധുനീകരിക്കേണ്ടത് അനിവാര്യം. 2026 മെയ് 3-10 ലക്കം കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച VR അജിത് കുമാറിൻ്റെ ലേഖനം 1-ാം ഭാഗം. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ ശിവകാശിയാണ് ഇന്ത്യക്ക് ആവശ്യമായ 90% പടക്കങ്ങൾ നിർമ്മിക്കുന്നത്. നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നാട്ടുകാരായ തൊഴിലാളികളും പരമ്പരാഗത രീതിയിലുള്ള പടക്ക നിർമ്മാണവും ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു. ആരോഗ്യ സുരക്ഷയും അപകട സുരക്ഷയും കുറഞ്ഞ കുടിൽ വ്യവസായം പോലെ തുടരുന്ന പടക്ക നിർമ്മാണ മേഖലയെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഉത്സവ പറമ്പുകളിലും ആഘോഷവേളകളിലും ആനന്ദം പകരുന്ന പടക്കങ്ങൾ ഭീകരരൂപം പ്രാപിച്ച് മനുഷ്യ ശരീരങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന അപകട ദിനങ്ങളിൽ ഉറ്റവർ നഷ്ടപ്പെടുന്നവരുടെ അടങ്ങാത്ത വേദനയും ഒപ്പം പണിയെടുക്കുന്ന കൂട്ടുകാരുടെ നടുക്കവും സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഒതുക്കാവുന്നതല്ല. ഓരോ അപകടം കഴിയുമ്പോഴും പ്രഖ്യാപിക്കുന്ന അന്വേഷണവും കെട്ടഴിക്കാതെ സൂക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളും ജനാധിപത്യ സംവിധാനത്തിലെ പതിവുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ശിവകാശി വിരുദുനഗർ മേഖലയിൽ 450ഓളം ലൈസൻസ്ഡ് പടക്ക നിർമ്മാണശാലകളുണ്ട്. ഇതിനു പുറമെ അനേകം അനധികൃത യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു. 40,000 തൊഴിലാളികളാണ് ഇവിടെ നേരിട്ട് പണിയെടുക്കുന്നത്. പാക്കിംഗ്, സെയിൽസ്, ട്രാൻസ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ 100,000-ഓളം ആളുകളും സമാന്തരമായി പ്രവർത്തിയെടുക്കുന്നു. ഏകദേശം 6,000 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവാണ് ഈ വ്യവസായത്തിനുള്ളത്. ഇത്രമാത്രം ശക്തമായ ഒരു വ്യവസായ മേഖലയിൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ രേഖപ്പെടുത്തിയ മരണങ്ങൾ 400-ലേറെയും ഗുരുതരമായി പരിക്കേറ്റവർ 350-ലേറെയുമാണ്. മുൻകാലങ്ങളിലെ മരണവും പരിക്കും കൂടി കണക്കാക്കിയാൽ അത് ആയിരക്കണക്കിനാണ് എന്ന് കാണാം. അടുത്ത കാലത്ത് വിരുദുനഗറിലെ കാട്ടനാർപട്ടിയിലുണ്ടായ അപകടത്തിൽ 25 പേരാണ് മരിച്ചത്. കേരളത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് മാത്രം പടക്കം നിർമ്മിക്കുന്ന രീതിയാണുള്ളത്. ഒഴിഞ്ഞ പാടങ്ങളിൽ താത്കാലിക ഷെഡുകൾ തയ്യാറാക്കി വ്യത്യസ്തങ്ങളായ പടക്കങ്ങൾ നിർമ്മിച്ച് മത്സരക്കമ്പം നടത്തുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇപ്പോൾ മത്സരം എന്ന രീതി മാറിയെങ്കിലും കാണികളിൽ അത്ഭുതം ജനിപ്പിക്കുന്ന പുത്തൻ സൃഷ്ടികൾ എല്ലാ വർഷവും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിനും തിരുവമ്പാടിക്കും വേണ്ടിയാണ് പടക്കങ്ങൾ നിർമ്മിക്കുക. 2026 ഏപ്രിൽ 21 തൃശ്ശൂർ മുണ്ടത്തിക്കോട് തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടന്നുവന്ന കേന്ദ്രത്തിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 16 പേരാണ് മരിച്ചത്. 45 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 8 പേർ ഗുരുതരാവസ്ഥയിൽ ICUവിലുമാണ്. 20 വർഷം മുന്നേ പാറമേക്കാവിൻ്റെ നിർമ്മാണശാലയിലും അപകടമുണ്ടായി. അന്ന് 7 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. 10 വർഷം മുൻപ് കൊല്ലം പരവൂരിലെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ കമ്പം നടക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിലെ മരണം 100 ആയിരുന്നു. ഓരോ അപകടം കഴിയുമ്പോഴും ഇനി അപകടമുണ്ടാകാതിരിക്കാൻ കടുത്ത നടപടി ഉണ്ടാവണമെന്ന് മാധ്യമങ്ങളും ഭരണ സംവിധാനവും പൊതുസമൂഹവും ആവശ്യപ്പെടാറുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാറില്ല. അതിനിയും തുടരുകയും ചെയ്യും. മനുഷ്യജീവന് വലിയ വില കൽപ്പിക്കാത്തതാകാം കാരണം എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല. ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞരുടെയും ഒക്കെ ജീവനുള്ള അതേ പ്രാധാന്യം പടക്കം നിർമ്മിക്കുന്നവർക്കുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാലേ മാറ്റങ്ങൾ സംഭവിക്കൂ. ലോകം പടക്ക നിർമ്മാണത്തിൽ ആധുനികത കൈവരിക്കുമ്പോൾ നമ്മൾ പരമ്പരാഗത രീതികളിൽ നിന്നും
ഒരു പടി പോലും മുന്നോട്ട് പോകുന്നില്ല എന്നതും സങ്കടകരമാണ്. പടക്ക മേഖലയെ സംബന്ധിച്ച ലേഖനത്തിൻ്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നിർമ്മാണ മേഖലയിലെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജയ് ഹിന്ദ്.